ഈ സബ് കളക്ടറായിട്ട് എവിടേക്ക് വന്നു? സബ് കളക്ടറായിട്ട് ഞാൻ മാനന്തവാടി ഉണ്ടായിരുന്നത്, വയനാട്. ഈ സബ് കളക്ടർ എന്ന ജോലി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ കാര്യമായിട്ട് ചെയ്തത്? സബ് കളക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും RDO IAS ഓഫീസറാണ് RDO ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ സബ് കളക്ടർ എന്ന് വിളിക്കും. അതാണ്. അപ്പോൾ ഒരു സബ് ഡിവിഷൻ മൊത്തം നോക്കുക എന്നുള്ളത്. മാനന്തവാടി സബ് ഡിവിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനന്തവാടി RDOന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് മുഴുവനാണ്. ആണോ? അതായത് അവിടെ വേറെ സബ് ഡിവിഷൻ ഇല്ല. ഇല്ല, അതെല്ലാം ഒരു എല്ലാം. അപ്പോൾ കലക്ടറും സബ് കളക്ടറും ഒരേ ജൂറിസ്ഡിക്ഷനാണ്. അത് ശരി, അത് പുതിയ അറിവാണ്. അപ്പോൾ ഫുൾ ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ രസകരമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ കൽപ്പറ്റയിൽ കലക്ടർ ഇരിക്കും, മാനന്തവാടി ഇങ്ങേ അറ്റത്ത് സബ് കളക്ടറും ഇരിക്കും. സാധാരണഗതിയിൽ അവിടെ നടക്കുന്ന ഇപ്പുറത്തെ കലക്ടർ ഇയാൾ, അപ്പുറത്തെ കലക്ടർ ഇയാൾ എന്നുള്ള അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് ഇൻഫോർമലി അങ്ങ് പോവാം. പിന്നെ മാനന്തവാടി സബ് കളക്ടർക്ക് വേറെയും കുറേ അധിക ചുമതലകളുണ്ട്. അവിടെ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ഒരു ആദിവാസി പുനരധിവാസ പദ്ധതിയാണ് ശരിക്കും. പണ്ടത്തെ ഒരു എസ്റ്റേറ്റ് എടുത്ത് പിന്നെ കാടൊക്കെ വെട്ടിത്തെളിച്ച് മാരവണ്ടിയൻ സാറൊക്കെ ഇരിക്കുന്ന സമയത്തെ കഥയാണത്. കൂടുതലും പണിയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചായത്തോട്ടമാണ്. അപ്പോൾ അത് ഭയങ്കര നഷ്ടത്തിൽ പോവുകയും അവിടെ ഒരു പട്ടിണി മരണം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. അന്നാണ് നമ്മളവിടെ എത്തുന്നതും. ആരായിരുന്നു കളക്ടർ? അന്ന് ഒരു ഗോപി എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു. സഹകരിക്കുന്ന ആളായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അദ്ദേഹമാണ്. പിന്നെ ഭാസ്കരൻ എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സബ് കളക്ടർ നിലയിൽ എന്താണ് ശ്രദ്ധേയമായി എന്തെങ്കിലും ചെയ്തത്? ഇപ്പോഴത്തെ ഈ കളക്ടർ ബ്രോ കളിക്കുന്ന ഇതിന് മുമ്പത്തെ എന്തെങ്കിലും പരീക്ഷണം നടത്തിയോ? സത്യം പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടും ഈ ഇതിനെ പറ്റിയുള്ള അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ ഉള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാവുന്നത് മാനന്തവാടി എന്നാണ്. മാനന്തവാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഈ പ്രയോറിറ്റി എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം, നമുക്ക് കൺമുന്നിൽ കാണുന്ന ചില കാര്യങ്ങൾ അത് ആക്ട് ചെയ്യാൻ പറ്റാതെ പോയാൽ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടല്ലോ. നമ്മൾ ഭരണത്തിനകത്തിരുന്നിട്ട് വലിയ രാജാവ് കളിച്ച് നടക്കുകയല്ലല്ലോ. നമുക്ക് ശമ്പളം തരുന്നത് ചെയ്യാനല്ലേ. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്ലെസ് എന്നുള്ളത് ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ നിന്നാണ്. അപ്പോഴാണ് നമ്മൾ വഴി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് പറ്റത്തില്ല. അധികാരം അല്ലെങ്കിൽ റിസോഴ്സ് കാണില്ല, പണം ഉണ്ടാവില്ല, ഫണ്ട് ഉണ്ടാവില്ല, അതൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഫ്രീഡം കാണില്ല, എന്തെങ്കിലും ഇഷ്യൂ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ അതിൻ്റെ പുറത്ത് അന്വേഷിക്കാൻ തുടങ്ങുന്നത് ശരിക്കും മാനന്തവാടിയിൽ വെച്ചാൽ ആദ്യം.